ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അപ്പോൾ പാഠം 3 നമ്മൾ നക്കിറയും മാരിഫയും ചെയ്യുകയാണ്. നക്കിറ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു, അലിഫ്ലാം ഉണ്ടാവില്ല, തൻവീന് ഉണ്ടാവും. കിതാബുൻ, അപ്പോൾ അവസാനത്തെ ആ അക്ഷരത്തിന് കിതാബുൻ, ബുൻ എന്നുള്ള ബാൻ്റെ മുകളിൽ തൻവീൻ ഉണ്ടാവും. പിന്നെ തുടക്കത്തിൽ കിതാബിൻ്റെ മുമ്പ് അലിഫ്ലാം ഉണ്ടാവില്ല. ഇതാണ് നക്കിറ. അപ്പോൾ ഏത് പുസ്തകവും ആകാം. പൊതുവായിട്ടുള്ള, അറിയപ്പെടാത്ത, പരിചയമില്ലാത്ത, നിശ്ചിതമായ എന്നൊക്കെയാണ് ആ നക്കിറ കൊണ്ട് കിതാബ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ബെഞ്ചിൻ്റെ മുകളിൽ ഒരു പുസ്തകം ഉണ്ടെങ്കിൽ അത് ഏത് പുസ്തകമാണെന്ന് അറിയില്ല. അപ്പോൾ അതാണ് അലിഫ്ലാം ഇല്ലാണ്ടും തൻവീനോടെ എഴുതാം. മാരിഫ എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ട, പരിചിതമായ. അപ്പോൾ അലിഫ്ലാം വരും തുടക്കത്തിൽ. അലിഫ്ലാം വരുന്നതോടെ അവസാനത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ തൻവീന് പോകും. അൽ കിതാബു, അൽ കിതാബു. അപ്പോൾ അല്ല് വന്നു, കിതാബു. അവസാനത്തെ അക്ഷരം ബാൻ്റെ മുകളിൽ തൻവീനില്ല, ബു. അപ്പോൾ അത് നമ്മൾ ആ മേശൻ്റെ മുകളിലുള്ള പുസ്തകം നമുക്ക് അറിയപ്പെട്ട ഒരു പുസ്തകമാണ്, പരിചിതമായ പുസ്തകമാണ്. ഇനി നമുക്ക് പാഠം 3 എക്സസൈസസിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് പറയുന്നത് അവസാനത്തെ അക്ഷരം കൃത്യമായി വെളിവാക്കണം എന്നാണ് പറയുന്നത്. ഓരോ കലിമയുടെ അവസാനത്തെ അക്ഷരം കൃത്യമായി വെളിവാക്കുക. അപ്പോൾ നക്കിറയാണെങ്കിൽ അവസാനത്തെ അക്ഷരം തൻവീനായിരിക്കും. മാരിഫയാണെങ്കിലോ അവസാനത്തെ അക്ഷരം തൻവീന് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തേത് മസ്ജിദുൻ, കാരണം അലിഫ്ലാം ഇല്ല. അലിഫ്ലാം ഇല്ല എന്ന് പറഞ്ഞാൽ നക്കിറയാണ്. അപ്പോൾ അവസാനത്തെ അക്ഷരത്തിന് തൻവീന് വരണം. അപ്പോൾ മസ്ജിദുൻ. അൽ മസ്ജിദു, കാരണം അലിഫ്ലാം പ്രവേശിച്ചു, അപ്പോൾ തൻവീന് പോവും. അൽ മസ്ജിദു. അതേപോലെ അൽ മാഉ, വെള്ളം. അപ്പോൾ അലിഫ്ലാം പ്രവേശിച്ചു, അപ്പോൾ തൻവീന് ഉണ്ടാവില്ല. അൽ മാഉ. അലിഫ്ലാം പോയാലോ മാഉൻ, മാഉൻ, വെള്ളം. അൽ ബൈത്തു, അലിഫ്ലാം വന്നു, അപ്പോൾ തൻവീന് പോവും. അൽ ബൈത്തു. ബാബുൻ, അലിഫ്ലാമില്ല, അപ്പം തൻവീന് വരും. ബാബുൻ. അപ്പോൾ അവസാനത്തെ അക്ഷരം ക്ലിയറായി പറയണം, ബാബുൻ. കലമുൻ, അലിഫ്ലാമില്ല, അപ്പോൾ തൻവീനോടെ പറയണം, കലമുൻ. ബാബ് എന്ന് പറഞ്ഞാൽ വാതിൽ. അൽ കലമു, അലിഫ്ലാം പ്രവേശിച്ചു, അപ്പോൾ തൻവീന് പോകും. അപ്പോൾ അൽ കലമു. അൽ കൽബു, നായ, അലിഫ്ലാം പ്രവേശിച്ചു, അപ്പോൾ തൻവീന് പോകും. അൽ കൽബു. കൽബുൻ, അലിഫ്ലാം പോയി, അപ്പോൾ കൽബുൻ. അവസാനത്തെ അക്ഷരമായ ബാൻ്റെ മുകളിൽ തൻവീൻ ഉണ്ടാവും. കൽബുൻ. ഖമീസുൻ, കുപ്പായം, അലിഫ്ലാമില്ല, അപ്പോൾ തൻവീന് വരും. വലതുൻ, ആൺകുട്ടി, അലിഫ്ലാമില്ല, അപ്പോൾ തൻവീന് വരും. അൽ ഹജറു, കല്ല്, അലിഫ്ലാം പ്രവേശിച്ചു, അപ്പോൾ തൻവീന് പോകും. അൽ വലതു, അലിഫ്ലാം പ്രവേശിച്ചു, അപ്പോൾ തൻവീന് പോകും. ഹിമാറുൻ, അലിഫ്ലാമില്ല, അപ്പോൾ തൻവീന് വരും. ഹിമാറുൻ. അൽ ഹിമാറു, അപ്പോൾ അലിഫ്ലാം പ്രവേശിച്ചു, അപ്പോൾ തൻവീന് പോകും. അൽ ഹിസാനു, അലിഫ്ലാം പ്രവേശിച്ചു, കുതിര, അപ്പോൾ തൻവീന് പോകും. ഹിസാനുൻ, അലിഫ്ലാമില്ല, അപ്പോൾ തൻവീന് വരും. അപ്പോൾ അലിഫ്ലാം വന്ന തൻവീന് പോകും, അതാണ് മാരിഫ. അലിഫ്ലാമില്ലെങ്കിൽ തൻവീന് വരും, അതാണ് നക്കിറ. ഇനി ഇഖ്റ വക്തു, വായിക്കുകയും എഴുതുകയും ചെയ്യുക. അപ്പോൾ അൽ മക്തബു മക്സൂറുൻ, മേശ പൊട്ടിയതാണ്. അപ്പോൾ നമുക്ക് ഹല്ലും ചെയ്യാം, വ്യാകരണവും ചെയ്യാം. അപ്പോൾ അൽ മക്തബു ഇസ്മാണ്, അപ്പോൾ ഇസ്മു കൊണ്ട് തുടങ്ങുന്ന ജുംല, അപ്പോൾ ജുംല ഇസ്മിയാണ്. അപ്പോൾ അൽ മക്തബു ആണ് മുബ്തദഉൻ മർഫൂൻ, അല്ലെ, അൽ മക്തബു മർഫൂ ആണ്. റഫ് കൊണ്ട് അലാമത്തു റഫ്, റഫിൻ്റെ അടയാളം ലമ്മത്താണ്, അല്ലേ, റഫിൻ്റെ അടയാളം ലമ്മത്താണ്, കാരണം ഇത് മർഫൂ ആണ്.
മക്സൂറുൻ പൊട്ടിയതാണ്. അപ്പം നക്കീറ, കാരണം ഒറ്റ വാക്കിൽ വരുന്ന ഖബർ നക്കീറയാണ്. അൽ മക്തബു മുബ്തദ മാരിഫിയാണ്. അപ്പോൾ അല്ലിടണം. അല്ലിടാണ്ട് മുബ്തദ എഴുതരുത്. ഇങ്ങനത്തെ മുഅറബായ ഇസ്മുകൾ അല്ലിടാണ്ട് എഴുതരുത്. അപ്പോൾ അൽ മക്തബു മുബ്തദഉൻ മർഫൂഉൻ മക്സൂറുൻ ഖബറുൻ മർഫൂഉൻ. അൽ മുദർരിസു ജദീദുൻ അധ്യാപകൻ പുതിയതാണ്. അപ്പോൾ അൽ മുദർരിസു അല്ലിട്ടു, കാരണം മുബ്തദയാണ്. അപ്പോൾ അല്ലിടണം. പിന്നെ മുബ്തദ മർഫൂ ആയിരിക്കണം. അപ്പോൾ അൽ മുദർരിസു, അൽ മുദർരിസ എന്ന് പറയരുത്, അൽ മുദർരിസി എന്ന് പറയരുത്. മുബ്തദയാകുമ്പോൾ അൽ മുദർരിസു മുബ്തദഉൻ മർഫൂഉൻ. ജദീദുൻ ഖബർ ഒറ്റ വാക്കിൽ വരുന്ന ഖബർ നക്കിറയാണ്. അലിഫ് ലാം ഇടരുത്, മർഫൂ ആണ്. പിന്നെ ജദീദുന്നേ അങ്ങോട്ട് പറയാൻ പാടുള്ളൂ. ജദീദെന്ന് പറയാൻ പാടില്ല, ജദീദിന്ന് പറയാൻ പാടില്ല. അൽ ഖമീസു വസിഖുൻ കുപ്പായം വൃത്തികേടായതാണ്, വൃത്തിയില്ലാത്തതാണ്. അൽ ഖമീസു മുബ്തദഉൻ മർഫൂഉൻ വസിഖുൻ ഖബറുൻ മർഫൂഉൻ. അൽ ലബനു ബാരിദുൻ പാല് തണുപ്പുള്ളതാണ്. അപ്പോൾ ലബന് മുമ്പ് അലിഫ് ലാം ഇടണം, കാരണം ജുംല ഇസ്മിയാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ജുംല ഇസ്മി എഴുതുമ്പോൾ മുബ്തദക്ക് അലിഫ് ലാം ഇടണം. അൽ ലബനു ബാരിദുൻ. അപ്പോൾ അൽ ലബനു മുബ്തദഉൻ മർഫൂനും ആയിരിക്കണം, ലമ്മത്തായിരിക്കണം. കസ്റോ ഫത്ഹോ ഇടാൻ പാടില്ല. ബാരിദുൻ നക്കിറയും തൻവീനോട് ലമ്മത്തായിരിക്കണം. ഫത്ഹത്തോ കസ്റത്തോ ആകാൻ പാടില്ല, കാരണം ഒറ്റ വാക്കിൽ വരുന്ന ഖബർ ബാരിദുൻ. പിന്നെ അലിഫ് ലാം ഇടരുത്. അൽ മസ്ജിദു മഫ്തൂഹുൻ മസ്ജിദ് തുറന്നതാണ്. അൽ മസ്ജിദു മുബ്തദഉൻ മർഫൂഉൻ മഫ്തൂഹുൻ ഖബറുൻ മർഫൂഉൻ. അൽ ഹജറു കബീറുൻ കല്ല് വലുതാണ്. അൽ ഹജറു മുബ്തദഉൻ മർഫൂഉൻ കബീറുൻ ഖബറുൻ മർഫൂഉൻ. അപ്പോൾ ഇതെല്ലാം ഒരേപോലത്തെ ഉദാഹരണമാണ്. വാക്കുകൾ വ്യത്യാസമേ വരുന്നുള്ളൂ, ബാക്കിയൊക്കെ ഒരേപോലെയാണ്. മുബ്തദയാണെങ്കിൽ അലിഫ് ലാം വരുന്നുണ്ട്, അവസാനത്തെ അക്ഷരത്തിൻ്റെ മുകളിൽ ലമ്മത്താണ്. അലിഫ് ലാം വരുന്നതോടെ ആ ലമ്മത്ത് തൻവീൻ ഇല്ലാത്ത ലമ്മത്ത് എഴുതാം. ഖബറാണെങ്കിലോ അലിഫ് ലാം ഇടൂല, തൻവീന് വരും. അപ്പോൾ എല്ലാ ഉദാഹരണങ്ങളും അങ്ങനെ തന്നെയാണ്. അൽ ലബനു ബാരിദുൻ വൽമാഉ ഹാറുൻ പാല് തണുപ്പുള്ളതും വെള്ളം ചൂടുള്ളതുമാണ്. അൽ മുഹന്ദിസു ജാലിസുൻ വൽ മുദർരിസു വാഖിഫുൻ എഞ്ചിനീയർ ഇരിക്കുന്നവനാണ്, അധ്യാപകൻ നിൽക്കുന്നവനുമാണ്. മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ, മുഹന്ദിസ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയർ. അപ്പോൾ ഒരു പുതിയ പദം ഇവിടെ വന്നു. അപ്പോൾ എല്ലാത്തിനും അലിഫ് ലാം ഉണ്ട്. മുബ്തദയാണെങ്കിൽ ലമ്മത്താണ്, തൻവീനില്ലാത്ത, കാരണം അലിഫ് ലാം വന്നു. ഖബറാണെങ്കിൽ ഒറ്റ വാക്കാണ്, അപ്പോൾ അലിഫ് ലാം ഇല്ല, അപ്പോൾ തൻവീന് വന്നു. അൽ ഖമറു ബഈദുൻ ചന്ദ്രൻ ദൂരെയാണ്. അൽ ഖമറു മുബ്തദഉൻ മർഫൂഉൻ ബഈദുൻ ഖബറുൻ മർഫൂഉൻ. അൽ മിന്ദീലു നദീഫുൻ ഉറുമാൽ വൃത്തിയുള്ളതാണ്. അപ്പോൾ അൽ മിന്ദീലു മുബ്തദഉൻ മർഫൂഉൻ നദീഫുൻ ഖബറുൻ മർഫൂഉൻ. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. മുകളിൽ കൊടുത്ത വാക്കുകൾ ജമീലുൻ വസിഖുൻ മഫ്തൂഹുൻ ഹാറുൻ തഖീലുൻ. ആ വാക്കിന് ഖഫീഫുൻ. അപ്പോൾ ഈ വാക്കുകളിൽ താഴെ മുബ്തദകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശരിയായ ഖബർ നമ്മൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യണം. അപ്പോൾ ഖബർ ഇവിടെ കൊടുക്കണം, കറക്റ്റ് ഖബർ, കാരണം മുബ്തദകളാണ് കൊടുത്തിട്ടുള്ളത്. എല്ലാത്തിനും അലിഫ് ലാം കാണാം. ഓക്കെ, കാരണം മുബ്തദ മാരിഫയാണ്. അപ്പോൾ അൽ ഹജറു എന്താ പറയുക, സഖീലുൻ കനമുള്ളതാണ്. അൽ ഹജറു സഖീലുൻ. രണ്ടാമത്തത് അൽ ബാബു മഫ്തൂഹുൻ അൽ ഖമറു ജമീലുൻ ചന്ദ്രൻ ഭംഗിയുള്ളതാണ്. അൽ വറഖു ഖഫീഫുൻ
പേപ്പർ കനം കുറഞ്ഞതാണ്. അൽ മിന്ദീലു വസിഖുൻ, ഉറുമാൽ വൃത്തിയില്ലാത്തതാണ്. അൽ ലബനു ഹാറുൻ, പാല് ചൂടുള്ളതാണ്. ബാറക്കല്ലാഹു ഫീക്കും.